ഹലോ, ഗുഡ് മോർണിംഗ്. കൊല നോക്കണ്ട, ഞാനിപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഇന്നത്തെ ഒരു ദിവസം എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നെനിക്ക് നൈറ്റിൽ ഡ്യൂട്ടിക്ക് പോകണം. ആൻഡ് ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ട്. ഇപ്പോൾ സമയം 12:15. ഇപ്പോൾ മേല് കഴുകി കഴിക്കാൻ ഇവിടെ ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു കരിക്ക് പോയി കുടിക്കാം. ബിക്കോസ് എനിക്ക് വിശക്കുന്നുണ്ട് നല്ലോണം. ഇവിടെ അടുത്ത് തന്നെ കരിക്ക് കിട്ടും. അപ്പം കരിക്ക് വാങ്ങണം. വയ്യ, ഉറക്കം വരണം എനിക്ക് നല്ലോണം. ഓക്കെ, കമോൺ. കൂടുതൽ പറഞ്ഞ് ഉറപ്പിക്കണില്ല. നമുക്ക് വീഡിയോയിൽ കിടക്കാം. ബയോ, നമുക്കിനി കരിക്ക് വാങ്ങാൻ പോവാം. ഇവിടെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് പോവാം. വീടെത്തി. ടേക്ക് ഔട്ടാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പം വീട്ടിൽ വന്ന് കുടിക്കാം. അപ്പം എനിക്ക് അവിടുത്തെ സ്ട്രോ ഒന്നും യൂസ് ചെയ്യണ്ട. പിന്നെ കരിക്ക് നല്ല വെയിറ്റ്, അത് പിടിച്ച് നിന്ന് കുടിക്കാനുള്ള ചിലപ്പം എനിക്ക് ഫുള്ളും ആ സമയത്ത് കുടിച്ച് തീർക്കാനും പറ്റില്ല. അപ്പം എന്ത് ചെയ്യും? ബെറ്റർ നമ്മൾ വീട്ടിൽ നിന്ന് കുടിക്കണം. ഇപ്പം എങ്ങാനും ബാക്കി വന്നു കഴിഞ്ഞാൽ മുടിയൊക്കെ ഓക്കെ, ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ. നല്ല cheers. അത്ര പോരാ. കുളി കഴിഞ്ഞു, കുളിച്ച പോലെ തോന്നുന്നുണ്ടാവില്ല. അതിൻ്റെ തെറ്റല്ല. ഓക്കെ, തല കഴുകിയിട്ടില്ല, മേലിൽ കെട്ടിയിട്ടേ ഉള്ളൂ. എപ്പോഴും നമ്മൾ തല കഴുകുന്നത് ഇതൊക്കെ എല്ലാ ഗേൾസിനും വേണ്ടിയിട്ട്. എപ്പോഴും ഇവിടെ ഫിലിപ്പീൻസിൽ അല്ലെങ്കിൽ നമ്മുടെ നാട് മാറുമ്പോൾ തല കഴുകിക്കൊണ്ടിരിക്കുമ്പം അതിൻ്റെ ഇപ്പം ഹാർഡ് വാട്ടർ ആണെങ്കിൽ അത് നമ്മുടെ തലയൊട്ടിയിൽ തന്നെ നിൽക്കും. എത്ര കഴുകിക്കഴിഞ്ഞാലും ഷാമ്പു ഇട്ടാലും ഷാമ്പൂവിൻ്റെ കണ്ടൻറ്റ് ഹെയറിൽ തന്നെ നിൽക്കും, പോകൂല. അപ്പം അത് കാരണം നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഫ്രിസി ആവാം, ഡാമേജ് ആവും, ആൻഡ് ഹെയർ ലോസ് സംഭവിക്കും. അത് കാരണം നമ്മൾ എന്ത് ചെയ്യണം? ഒരാഴ്ചയിൽ 2 തവണ അങ്ങനെ കുളിച്ചാൽ മതി. വലിയ കാര്യമൊന്നുമില്ല. ഡെയിലി കുളിക്കണം എന്നൊന്നും ആരും എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മൾക്ക് തോന്നുന്ന സമയത്ത് കുളിക്കുക. എൻ്റെ തല ചൊറിച്ചിലുണ്ടെങ്കിൽ കുളിച്ചോളൂ, അത് ഞാനൊന്നും പറഞ്ഞില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, പാവാടി ടോപ്പ് ഇട്ടത് മാച്ചിങ് ഒന്നും അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കിന്ന് ജീൻസ് വലിച്ചു കയറ്റാൻ തോന്നുന്നില്ല. അതെൻ്റെ ഇഷ്ടം. ഓക്കെ, ഇനി ഞാൻ പോയെന്നാൽ മുടിയൊക്കെ കെട്ടട്ടെ, പോയി റെഡി ആവട്ടെ, എന്നിട്ട് വേഗം പോട്ടെ. ടൈമില്ല. ഇനി വന്നിട്ടാണ് എനിക്ക് ബാക്കി പരിപാടി നോക്കാം. ഓക്കെ, ഞാൻ റെഡിയായി. ആൻഡ് നമ്മുടെ ഗിഫ്റ്റുകളും അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇത് എടുത്ത് പോകണം. സമയമായി. കുറച്ചു നേരം കഴിഞ്ഞാൽ അവരെങ്ങോട്ടോ പോകും. അപ്പം നമുക്ക് വൈകുന്നേരം ഫ്രീയും ആവില്ല. അവർ തിരിച്ച് വീടെത്തുമ്പോഴത്തേക്കും നമ്മൾ ഫ്രീ ആവില്ല. അപ്പോൾ മൊത്തം ടയേർഡായിരിക്കുന്നു, ഉറങ്ങി എണീറ്റിട്ട. ഓക്കെ, അപ്പം ഇനി ഇറങ്ങുമ്പം ബാക്കി. ഓക്കെ, ഞങ്ങൾ ചെറിയൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അവളുടെ വീട്ടിലേക്ക് പോവാം. സർപ്രൈസ് ആയാൽ മതിയായിരുന്നു. റെഡി അവിടെ നിൽപ്പുണ്ടെന്നാണ് തോന്നുന്നത്. ഹാപ്പി ബർത്ത്ഡേ ടു. സ്വന്തം ബർത്ത്ഡേക്ക് സന്തോഷായോ? കുഞ്ഞു കേക്കിനെ കാശുള്ളായിരുന്നു. സോറി, എനിക്ക് ഇഷ്ടപ്പെട്ട എന്നോട് പറഞ്ഞു.
അപ്പം ഇവിടെ അവൾക്ക് ഞങ്ങൾ ചെറുതായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ആ പരിപാടി അമ്മച്ചി അയ്യോ ഓക്കെ, ആ പരിപാടിയൊക്കെ ഞങ്ങൾ കഴിഞ്ഞു. അത് ഞാനിപ്പം ഇവിടെ അവളുടെ റൂംമേറ്റും ഫ്രണ്ടൊക്കെ കൂടെ എന്ത് ചെയ്യുന്നു, അവൾക്ക് അടുത്ത ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കാനുള്ള കുറേ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഓരോ ലോട്ട് വെച്ചിട്ട് ഓരോരുത്തർക്ക് കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എന്താ ട്രഷർ ഹണ്ട് പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടാണ് വന്നത്. മെഗ്ഡി. ഇന്നത്തെ എൻ്റെ ലഞ്ചും ബ്രഞ്ചും ഒക്കെ ഇതാണ്. ഇപ്പം 4:30 ആയിട്ടുണ്ട് സമയം. നല്ല വിശപ്പ്. കേക്കിൻ്റെ കഷ്ണം മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. ഇനി ഇതകത്താക്കിയിട്ട് നേരെ വീട്ടിൽ പോകണം, ഡ്രസ്സൊന്നും വരണം. ഇനി ടൈമൊന്നുമില്ല. ഓക്കെ, ഇപ്പം സമയം 8 മണിയാവാറായി, മീൻസ് 7:45 ഞാൻ ഇന്ന് ലേറ്റ് ആയിട്ടാണ് ചെല്ലുന്നത്. 7 മണിക്ക് പോകേണ്ടതായിരുന്നു. എനിക്കാണെങ്കിൽ വയറുവേദനയൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പം ലേറ്റായിട്ട് വരുന്നവരോട് പറഞ്ഞ് കൂടെയുള്ള പിള്ളേരോട് ആൻഡ് പോവുകയാണ്. ഇനിയും നൈറ്റ് മേക്ക് എന്നുള്ള ഫുഡ് തന്നെയായിരിക്കും, പ്രത്യേകിച്ചൊന്നും ഇല്ല ഇനി. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. തെറ്റാ ബൈ ബൈ. ഇനി അവിടെ ചെന്നിട്ട് എനിക്ക് എടുക്കാനൊന്നും പറ്റില്ല, വർക്ക് ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ്. തെറ്റാ ബൈ ബൈ. ഡ്യൂട്ടിക്ക് പോട്ടെ.